CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നു. അതിലേക്ക് ഞങ്ങൾ നിയമപരമായി അതിനെ നേരിടും. അത് പാർട്ടിയല്ലേ, അത് പാർട്ടി ആലോചിച്ചിട്ടില്ല. ഉണ്ടല്ലോ, പാർലമെന്റ് ഇലക്ഷൻ കമ്മിറ്റി ഓഫീസ് രണ്ടുകൂടെ ഒന്നിച്ചാണ്. ഒന്നുമില്ല. പരിപാടി പിന്നെ സമയങ്ങൾ മാത്രമേ ഉള്ളൂ. സ്ഥലം തീരുമാനിച്ചു കഴിഞ്ഞു. സ്ഥലം ഇപ്പം നമ്മൾ കാഞ്ഞിരപ്പള്ളി, പത്തനംതിട്ട, അടൂർ. സമയം എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി തിരിച്ചു പോകുന്നത് എങ്ങോട്ടാണെന്ന് നോക്കിയിട്ട് ലാസ്റ്റ് പരിപാടി കഴിഞ്ഞിട്ട് എങ്ങോട്ടാണെന്ന് നോക്കിയിട്ട് അതനുസരിച്ച് അറേഞ്ച് ചെയ്യും. ഇല്ലല്ലോ, മാധ്യമങ്ങൾ പറയുന്നതനുസരിച്ചായിരുന്നെങ്കിൽ 2021 LDF അധികാരത്തിൽ വരത്തില്ല. ഇനി ഇന്നലെ മാത്രമല്ല, ഇനിയും നിങ്ങൾ ഇതുപോലെ വാർത്ത കൊണ്ടുവരും. ഞങ്ങൾ ഇത് പ്രതീക്ഷിക്കുന്നുണ്ട്. സംസ്ഥാന കമ്മിറ്റി സെക്രട്ടറി ഇലക്ഷൻ കാലത്ത് നേരത്തെ പിന്നെ കൊടിയേരി ആയിരുന്ന കാലത്ത് ഇലക്ഷൻ കാലത്ത് 2-3 പ്രാവശ്യം കമ്മിറ്റി കൂടാൻ വരും. എനിക്കറിയില്ല അങ്ങനെ ഒരു വാർത്ത. പറഞ്ഞില്ലേ, ചാനലുകൾ കൊടുക്കുന്ന വാർത്തകളെന്ന് പറയുമ്പം അത് സത്യവുമായി ബന്ധമില്ലാത്തതല്ലേ. സ്വാഭാവികമായി ഇങ്ങനെ ഒരു വാർത്തയെ സംബന്ധിച്ച് എന്തെങ്കിലും ആധികാരികമായി ചോദിക്കേണ്ടത് ജില്ലാ സെക്രട്ടറി എന്ന രീതിയിലല്ല. എന്നോട് ഒരു ചാനലും ചോദിച്ചില്ല. പിന്നെ എവിടുന്ന് ആ വാർത്ത? ചാനലിലെ വാർത്ത. സംസ്ഥാന സെക്രട്ടറി, നിങ്ങളൊക്കെ വാർത്ത കൊടുക്കുമല്ലേ, സംസ്ഥാന സെക്രട്ടറി വരും. ഇതെല്ലാം ഒരാളും തന്നിട്ടില്ല. അത് നിയമപരം പറയട്ടെ, ഇതിപ്പം മാധ്യമങ്ങളിൽ വന്ന വാർത്തയാണ്. അത് നിയമപരമായി അതിനെ നേരിടുമെന്ന്. ഇല്ല, ഇത് മാധ്യമങ്ങൾ രൂപപ്പെടുത്തിയെടുത്താണ്. അതാണ് രാത്രി തന്നെ എല്ലാ മാധ്യമങ്ങളും ഉണ്ടല്ലോ. എല്ലാവരും ഉണ്ടല്ലോ. എല്ലാവരോടും തന്നെ രാത്രി കൊടുത്തെന്ന് പറയുമ്പോൾ അത് മാധ്യമങ്ങൾ ഒന്നിച്ചിരുന്ന് ആലോചിച്ചാൽ രാത്രി തന്നെ കൊടുത്ത്. നിയമപരമായി എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ആലോചിച്ചിട്ട് ചെയ്യും.